ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മൂവ്മാൻ മലയാളത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. വെങ്കട് പ്രഭുവിന്റെ സംവിധാനത്തിൽ വിജയ് നായകനായി വന്നിട്ടുള്ള ദി ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം ദി ഗോട്ട് എന്ന ചിത്രം തിയേറ്ററുകളിൽ നിന്നും ലോ ലെവലിൽ പ്രേക്ഷക പ്രശംസ നേടി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. സോ എന്തുകൊണ്ടാണ് ഈ ചിത്രത്തിന് ഇത്രയും മോശം അഭിപ്രായങ്ങൾ കിട്ടാൻ കാരണമാകുന്നത്, എന്തൊക്കെയാണ് ചിത്രത്തിൽ വന്നിട്ടുള്ള മിസ്റ്റേക്കുകൾ എന്നെല്ലാമാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കാനായി പോകുന്നത്. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഈ ചിത്രം നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഉറപ്പുവരുത്താൻ ശ്രമിക്കുക. അല്ലെങ്കിൽ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് സ്പോയിലർ ആയിരിക്കും. സോ നമുക്ക് ഒട്ടും സമയം കളയണ്ട, നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ലോകേഷും വിജയും ഒന്നിച്ച ലിയോ എന്ന ചിത്രത്തിന്റെ അത്രയും ഹൈപ്പൊന്നും ഇല്ലായിരുന്നുവെങ്കിൽ കൂടി വെങ്കട് പ്രഭു എന്ന സംവിധായകന്റെ ചിത്രമായിരുന്നത് കൊണ്ടാണ് കുറച്ചെങ്കിലും പ്രതീക്ഷകൾ ഈ ചിത്രത്തിൽ പ്രേക്ഷകർ കൊടുത്തിരുന്നത്. കാരണം അത്രയും വെറൈറ്റികളായിട്ടുള്ള സ്റ്റോറികളായിരുന്നു വെങ്കട് പ്രഭു ഇതുവരെ നമ്മളുടെ മുന്നിലേക്ക് കൊണ്ടുവന്നിരുന്നത്. അതുകൊണ്ട് തന്നെ അത്രയും ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയുമായിട്ടായിരിക്കും ഈ ചിത്രവും വരുന്നത് എന്ന് പോസ്റ്ററുകളും ട്രെയിലറുകളും മറ്റും കണ്ടിരുന്നപ്പോൾ നമുക്ക് തോന്നിയിട്ടുണ്ട്. സോ ചിത്രത്തിൽ വന്നിട്ടുള്ള ആദ്യത്തെ പോരായ്മയും ഈ സ്റ്റോറിയിൽ തന്നെയാണ്. വെങ്കട് പ്രഭുവിന്റെ മുൻ ചിത്രങ്ങളെ അപേക്ഷിച്ച് ഒരു ക്ലീഷേ സ്റ്റോറി, അതും നമ്മൾ വർഷങ്ങൾക്ക് മുന്നേ മലയാള സിനിമകളിലും മറ്റും കണ്ടിട്ടുള്ള ഒരു അച്ഛൻ മകൻ പോരാട്ട കഥ തന്നെയായിരുന്നു ഈ ചിത്രത്തിലേക്ക് വെങ്കട് പ്രഭു കൊണ്ടുവന്നിരുന്നത്. നസീറിന്റെയും ജയന്റെയും സിനിമകളുടെ കാലത്ത് തന്നെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഇത്തരത്തിൽ അച്ഛനും മക്കളും ചെറുപ്പത്തിൽ തന്നെ എന്തെങ്കിലും കാരണം കൊണ്ട് അകന്നു പോവുകയും മക്കൾ മരിച്ചുവെന്ന് അച്ഛൻ കരുതുകയും പിന്നീട് മക്കൾ ഏതെങ്കിലും വില്ലന്മാരുടെ എല്ലാം കൂടെ വളരുകയും പിന്നീട് ഈ വില്ലത്തരവുമായി സഹോദരങ്ങളോടും അച്ഛനോടുമെല്ലാം തന്നെ എതിരിടുകയും ഏതെങ്കിലും ഒരു ഘട്ടം കഴിയുമ്പോൾ സത്യം അറിഞ്ഞുകൊണ്ട് തിരിച്ചു വരുന്നതായിട്ടുമെല്ലാം പണ്ടേ നമ്മൾ കണ്ടിട്ടുള്ള കാര്യമാണ്. ഈ സിനിമയിലും ഏകദേശം അതേപോലെ തന്നെയാണ് കഥ പോയിരുന്നത്. ആകെ വന്നിരുന്ന വ്യത്യാസം സത്യം അറിഞ്ഞിട്ടും മകൻ അച്ഛന്റെ കൂടെ നിൽക്കുന്നില്ല, പകരം വില്ലന്റെ സൈഡിൽ തന്നെ നിൽക്കുന്നു എന്നുള്ളതായിരുന്നു. കൂട്ടത്തിൽ നമ്മൾ സ്ഥിരം കണ്ടുവന്നിട്ടുള്ള ആക്ഷൻ സിനിമകളിലെ ബാക്കിയുള്ള ചേരുവകളും അതേപോലെ ചേർത്തിരിക്കുകയായിരുന്നു. സോ ഒരു വെങ്കട് പ്രഭു ചിത്രത്തിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ കഥയിലോ സന്ദർഭങ്ങളിലോ ഒന്നും യാതൊരു പുതുമയും കൊണ്ടുവരാൻ ഈ ചിത്രത്തിനായിട്ടില്ല. രണ്ടാമത്തത് ചിത്രത്തിൽ വന്നിട്ടുള്ള ട്വിസ്റ്റുകൾ. ഇങ്ങനെ യാതൊരു പുതുമയും കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല എന്ന് പറയുന്നത് കൊണ്ട് തന്നെ ചിത്രത്തിൽ വന്നിട്ടുള്ള ഒട്ടുമിക്ക ട്വിസ്റ്റുകളും പ്രെഡിക്റ്റബിൾ ആയിരുന്നു. ചിത്രത്തിൽ ഒരുപാട് ട്വിസ്റ്റുകൾ കൊണ്ടുവരാൻ സംവിധായകൻ ശ്രമിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും ഒരു 90% ട്വിസ്റ്റുകളും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കുന്നതായിരുന്നു, മുൻകൂട്ടി കാണാൻ കഴിയുന്നതായിരുന്നു എന്നുള്ളതായിരുന്നു കുഴപ്പം. ഉദാഹരണത്തിന് ചിത്രത്തിന്റെ തുടക്കത്തിൽ മേനോൻ എന്ന വില്ലൻ കഥാപാത്രം മരിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ അയാളുടെ ബോഡിയൊന്നും റിവീൽ ചെയ്യാത്തത് കൊണ്ട് അയാൾ മരിച്ചിട്ടില്ല എന്നുള്ള കാര്യം 100% ആ സീനുകളിൽ തന്നെ നമുക്ക് ഉറപ്പായിരുന്നു. ഇതുപോലെ വിജയുടെ മകൻ കഥാപാത്രം ബാങ്കോക്കിൽ വെച്ച് വളരെ കുട്ടിയായിരുന്നപ്പോൾ തന്നെ മരണപ്പെടുന്നതായി കാണിക്കുന്നുണ്ടെങ്കിലും ആ സമയം മുഖം വ്യക്തമാക്കാത്തത് കൊണ്ട് തന്നെ വിജയുടെ മകൻ കഥാപാത്രം മരിച്ചിട്ടില്ലെന്നും നമുക്ക് ഉറപ്പായിരുന്നു. കൂടാതെ ചിത്രത്തിന്റെ പോസ്റ്ററുകളിൽ നിന്നും ട്രെയിലറുകളിൽ നിന്നും തന്നെ ചിത്രത്തിൽ വിജയ്ക്ക് ഒരു മകൻ കഥാപാത്രമുണ്ടെന്ന് നമുക്കറിയാവുന്നതാണ്. സോ തീർച്ചയായും ഈ മരണപ്പെട്ട കുട്ടിയുടെ മുഖം വ്യക്തമാക്കാത്തത് കൊണ്ട് തന്നെ ഈ ഒരു കഥാപാത്രമായി, മകൻ കഥാപാത്രമായി പിന്നീട് അയാൾ തിരിച്ചു വരുമെന്ന് 101% നമ്മൾ ഉറപ്പിക്കുന്നതാണ്. അതുകൊണ്ട് ആ എംബസി ഫൈറ്റ് സീനിൽ വിജയുടെ മകൻ കഥാപാത്രത്തിന്റെ കണ്ണുകളുടെ ക്ലോസപ്പ് കാണിക്കുമ്പോൾ തന്നെ ഇത് ആ മകനാണ്, പണ്ട് മരിച്ചു എന്ന് കാണിച്ചിട്ടുള്ള ആ മകൻ തിരിച്ചു വന്നതാണ് എന്ന് നമ്മൾ ഉറപ്പിച്ചിരുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ അവിടെ വെച്ച് അച്ഛൻ കഥാപാത്രത്തിന് ഉണ്ടാകുന്ന ഞെട്ടലുകളുടെ ഒരു അംശം പോലും പ്രേക്ഷകർക്കുണ്ടായിട്ടില്ല എന്നതാണ് സത്യം. ഇതോടൊപ്പം ചിത്രത്തിന്റെ ട്രെയിലർ ഡീകോഡിംഗ് വീഡിയോയിൽ തന്നെ ഞാൻ പറഞ്ഞിരുന്ന കാര്യമാണ്, ഈ മകൻ കഥാപാത്രമാകും ചിത്രത്തിൽ വില്ലനായിട്ട് വരാൻ പോകുന്നത്. ആ ഹെൽമെറ്റ് വെച്ചിട്ടുള്ള ഫൈറ്റ് സീനുകളിൽ കാണിക്കുന്നത് ഈ മകൻ കഥാപാത്രം തന്നെയാകാമെന്നല്ല. ഇതുപോലെ ഒരുപാട് പേരും ഈ ഒരു കാര്യത്തോട് യോജിക്കുന്ന രീതിയിൽ അന്ന് തന്നെ കമന്റുകളും ഇട്ടിരുന്നു. അതുകൊണ്ട് ഈ ഒരു മകൻ കഥാപാത്രം തന്നെയാകും ചിത്രത്തിൽ മെയിൻ വില്ലനായിട്ട് വരാൻ പോകുന്നതെന്ന് ഒട്ടുമിക്ക പ്രേക്ഷകരും സിനിമ ഇറങ്ങുന്നതിന് മുന്നേ തന്നെ ചിന്തിച്ചിരുന്ന കാര്യമാണ്. അതുകൊണ്ട് ആ ഇന്റർവെൽ സീനിൽ മകനാണ് വില്ലൻ എന്ന് കാണിക്കുന്ന ആ ട്വിസ്റ്റും ഒട്ടും വർക്കായിട്ടില്ല എന്ന് സിനിമ കണ്ടിറങ്ങിയ പ്രേക്ഷകരുടെ പ്രതികരണത്തിൽ നിന്നും തന്നെ നമുക്ക് വ്യക്തമായതാണ്. ഇങ്ങനെ സിനിമയിൽ വന്നിട്ടുള്ള ഒട്ടുമിക്ക ട്വിസ്റ്റുകൾക്കും ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിച്ചിരുന്നില്ല. ആകെ കുറച്ചെങ്കിലും ട്വിസ്റ്റായിട്ട് തോന്നിയിരുന്നത് പ്രഭുദേവയുടെ കഥാപാത്രം വില്ലന്മാരുടെ കൂടെയുള്ളതാണ് എന്ന് കാണിച്ചിട്ടുള്ള രംഗമായിരുന്നു. 3. CGIയിലെ പോരായ്മകൾ. ചിത്രത്തിന്റെ ഫസ്റ്റ് ഗ്ലിംസ് വീഡിയോ വന്ന സമയത്ത് ചിത്രത്തിന്റെ CGIയെ കുറിച്ച് ഒരുപാട് നല്ല അഭിപ്രായങ്ങളാണ് കേട്ടിരുന്നത്. എന്നാൽ പിന്നീട് ട്രെയിലറും പാട്ടുകളുമെല്ലാം വന്ന സമയത്ത് ചിത്രത്തിന്റെ CGIയെ കുറിച്ച് കുറച്ച് മോശം അഭിപ്രായമെല്ലാം വരാൻ തുടങ്ങിയിരുന്നു. എന്നിരുന്നാലും ചിത്രത്തിൽ CGIയുടെ അത്ര മോശമായിട്ടുള്ള സീനുകൾ അധികം കാണാൻ ചാൻസ് ഇല്ല എന്നാണ് ചിത്രം ഇറങ്ങുന്നതിന് മുന്നേ വരെ എനിക്ക് തോന്നിയിരുന്നത്. എന്നാൽ ചിത്രം ഇറങ്ങിയതിന് ശേഷം ചിത്രത്തിൽ എന്തിനാണ് ഇത്തരം CGIകൾ കൊണ്ടുവന്ന് മോശമാക്കിയത് എന്ന് തോന്നിയിട്ടുണ്ട്. ചിത്രത്തിന്റെ തുടക്കത്തിൽ തന്നെ വിജയകാന്തിനെ കാണിക്കുന്ന സീനുകളെല്ലാം അത്രയും ബോറായിരുന്നു. ഒരാവശ്യവുമില്ലാതെ മരണപ്പെട്ടുപോയ ആ ഒരു നടന്റെ മുഖം വീണ്ടും ക്രിയേറ്റ് ചെയ്ത് മോശമാക്കുന്നതിന് പകരം
ജീവിച്ചിരിക്കുന്ന ഏതെങ്കിലും ഒരു നടനെ കൊണ്ടുവന്ന് ഡയറക്റ്റായി ആ സീൻ ചെയ്യിക്കുകയായിരുന്നുവെങ്കിൽ യാതൊരു കുഴപ്പവും സംഭവിക്കില്ലായിരുന്നു. സോ അനാവശ്യമായി ഇങ്ങനെ വിജയകാന്തിനെ മറ്റും ക്രിയേറ്റ് ചെയ്യാൻ നോക്കി അവിടെ മോശമാക്കുകയാണ് അവർ ചെയ്തിരുന്നത്. കൂടാതെ ആ യങ് വിജയെ കാണിക്കുന്ന സീനുകളെല്ലാം തന്നെ അത്രയും അരോചകമായിരുന്നു. ട്രെയിലറിൽ കാണിക്കുന്ന ആ ഒരു ഷോട്ടിന്റെ ആ ഒരു മുഴുവൻ സീനുകളിൽ അത്രയും ബോറായിട്ട് തന്നെയാണ് വിജയുടെ കഥാപാത്രത്തെ കാണിച്ചിരുന്നത്. സോ ചിത്രം ഇറങ്ങുന്നതിന് മുന്നേ ഇതിൽ ഡി-ഏജിംഗ് ടെക്നോളജി എല്ലാം ഉപയോഗിച്ച് വിജയെ അതിഗംഭീരമായി കാണിക്കുന്നുണ്ട് എന്നുള്ള റൂമറുകളെല്ലാം നമ്മൾ കേട്ടിരുന്നു. എന്നാൽ ചിത്രം ഇറങ്ങിയതിനു ശേഷമാണ് എത്രയും മോശമായിട്ടാണ് ഈ കാര്യങ്ങളെല്ലാം ചിത്രീകരിച്ചിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലായത്. 4 ചിത്രത്തിൽ കൊണ്ടുവന്നിട്ടുള്ള അനാവശ്യ സീനുകൾ. ചിത്രം ഇറങ്ങുന്നതിന് മുന്നേ ഇതൊരു സൈഫൈ ചിത്രമാകാൻ സാധ്യതയുണ്ട്. മിക്കവാറും മിഷൻ ഇമ്പോസിബിൾ സിനിമകളിൽ നമ്മൾ കണ്ടിട്ടുള്ളതുപോലെ വളരെ ത്രില്ലടിപ്പിക്കുന്ന രംഗങ്ങളെല്ലാം ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് എന്നാണ് ചിത്രത്തിന്റെ പോസ്റ്ററുകളും മറ്റും പുറത്തു വിട്ടപ്പോൾ നമുക്ക് തോന്നിയിരുന്നത്. എന്നാൽ ചിത്രം ഇറങ്ങിയതിന് ശേഷമാണ് യാതൊരു ആവശ്യവുമില്ലാതെ പോസ്റ്ററുകളിൽ മാത്രം കാണിക്കാൻ വേണ്ടി കൊണ്ടുവന്നിട്ടുള്ള ചില രംഗങ്ങൾ മാത്രമായിരുന്നു അതെന്ന് തോന്നിപ്പോയത്. മിഷൻ ഇമ്പോസിബിൾ സിനിമകളിൽ നമ്മൾ കണ്ടിട്ടുള്ളതുപോലെ ആ ഒരു ബിൽഡിങ്ങിലേക്ക് കയറുന്നത്, പാരഷൂട്ട് ഉപയോഗിച്ച് ചാടുന്നതുമെല്ലാം കാണിച്ചിരിക്കുന്നത് യാതൊരു ആവശ്യവുമില്ലാതെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പോസ്റ്ററുകളിലും ട്രെയിലറുകളിലും മറ്റും കാണിക്കാൻ വേണ്ടി, അതിലൂടെ ഹൈപ്പ് കൂട്ടാൻ വേണ്ടി മാത്രം ഉപയോഗിച്ചിരുന്നതാണ് എന്നാണ് ചിത്രം കണ്ടതിന് ശേഷം എനിക്ക് തോന്നിയിട്ടുള്ളത്. 5 അനാവശ്യ കോമഡികൾ. ചിത്രത്തിന്റെ ഫസ്റ്റ് ഹാഫിൽ ഒരുപാട് കോമഡികൾ കൊണ്ടുവരാൻ സംവിധായകരും അഭിനേതാക്കളും ശ്രമിച്ചിട്ടുണ്ട്. ചിത്രത്തിന്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്ന സ്നേഹയും വിജയമായിട്ടുള്ള രംഗങ്ങളിൽ കാണിച്ചിരിക്കുന്ന കോമഡികളും, പിന്നീട് പ്രേംജിയെ കൊണ്ടുവന്ന് കാണിച്ചിരിക്കുന്ന കോമഡികളും, വിജയും പ്രഭുദേവയും ജയറാമും എല്ലാം കൂടി ചേർന്നുകൊണ്ട് കാണിക്കുന്ന രംഗങ്ങളും, ഈ അവസരങ്ങളിലെല്ലാം ഒരുപാട് കോമഡികൾ ഉണ്ടെന്ന് വരുത്തി തീർക്കാൻ അവർ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിലും ഒരു കോമഡി പോലും വർക്കായിട്ടില്ല. ആകെ കോമഡി വർക്കായിട്ട് തോന്നിയിട്ടുള്ളത് സെക്കൻഡ് ഹാഫിൽ യോഗി ബാബു വന്നതിന് ശേഷമുള്ള കുറച്ച് രംഗങ്ങൾ മാത്രമായിരുന്നു. സോ മാനാട് മങ്കാത്ത പോലെയുള്ള വെങ്കിട്ട് പ്രഭുവിന്റെ മറ്റ് ചിത്രങ്ങളിൽ വന്നിട്ടുള്ള കോമഡികൾ വെച്ചുകൊണ്ട് ഈ കോമഡികൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ അതിന്റെ 1000ൽ 1 അംശം പോലും കോമഡികൾ ചിത്രത്തിൽ വർക്കായിട്ടില്ല എന്ന് വേണം പറയാൻ. 6 വർക്കാകാതെ പോയിട്ടുള്ള ഇമോഷണൽ സീനുകൾ. ഞാൻ നേരത്തെ പറഞ്ഞു, ബാങ്കോക്കിൽ വെച്ച് വിജയുടെ മകൻ കഥാപാത്രം മരണപ്പെടുന്നതായി കാണിക്കുമ്പോൾ ആ കുട്ടി മരിച്ചിട്ടില്ല എന്ന് നമുക്ക് 100% ഉറപ്പാണ് എന്ന്. അതുകൊണ്ട് തന്നെ ആ സീനുകളിൽ വിജയുടെ പ്രകടനം ഗംഭീരമായിരുന്നുവെങ്കിൽ കൂടി ആ ഒരു ഫീൽ ഒന്നും നമുക്ക് കിട്ടുന്നില്ല. കാരണം നമുക്കറിയാം അവിടെ വെച്ച് ആ കുട്ടി മരിച്ചിട്ടില്ല, ഉടൻ തന്നെ തിരിച്ചു വരാൻ പോകുന്നേ ഉള്ളൂവെന്ന്. അതേപോലെ പിന്നീട് റഷ്യയിൽ വെച്ച് വിജയുടെ മകനെ തിരിച്ചു കിട്ടുമ്പോഴുള്ള രംഗങ്ങളും നമുക്കത്രയും വർക്കായിട്ടില്ല. ആ സീനുകളിലും വിജയുടെ പ്രകടനം ഗംഭീരമാണെങ്കിൽ കൂടി ഈ കാര്യങ്ങളെല്ലാം നമ്മൾ പ്രെഡിക്റ്റ് ചെയ്തിരിക്കുന്നത് കൊണ്ട് നമുക്കത് വർക്കാകുന്നില്ല എന്ന് മാത്രം. കൂടാതെ ഈ സീനിന് ശേഷം വർഷങ്ങളോളം മകനെ കാണാതിരുന്ന് പിന്നീട് കണ്ടുമുട്ടുന്ന അമ്മയും മകനുമായിട്ടുള്ള രംഗവും അത്രയും വർക്കായിട്ടില്ല. അത് സ്ക്രിപ്റ്റിൽ വന്നിട്ടുള്ള മോശം റൈറ്റിംഗ് ആയിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അടുത്തത് മ്യൂസിക്കും ബിജിഎമ്മും. സാധാരണ വിജയ് സിനിമകൾ ഇറങ്ങുന്നതിന് മുന്നേ തന്നെ അതിലെ ബിജിഎമ്മും പാട്ടുകളുമെല്ലാം ഹിറ്റാകാറുണ്ട്. എന്നാൽ ഈ സിനിമയിലെ പാട്ടുകളെല്ലാം ഇറങ്ങിയിട്ടും അതിന് മറ്റ് സിനിമകളിലെ പാട്ടുകൾ പോലെയുള്ളൊരു ഓളം സൃഷ്ടിക്കാൻ സാധിച്ചിരുന്നില്ല. കൂടാതെ മാനാട് സിനിമയിലും മറ്റും യുവൻ ശങ്കർ രാജ തന്നെ ചെയ്തു വെച്ചിട്ടുള്ള തരത്തിലുള്ള ബിജിഎമ്മും ഈ ചിത്രത്തിൽ കാണാൻ സാധിച്ചില്ല. മാനാട് സിനിമയിലെ വില്ലനെയും മറ്റും കാണിക്കുമ്പോഴുള്ള ആ ഒരു ബിജിഎം ഇന്നും നമ്മളുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്നതാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 2 ദിവസം മാത്രം മുന്നേറിയിട്ടുള്ള ഈ ചിത്രത്തിൽ ഓർത്തിരിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ബിജിഎം പോലും ഇല്ല എന്ന് വരുന്നത്. എങ്കിലും ചില സീനുകളിൽ വരുന്ന ബിജിഎം എല്ലാം ആ ഒരു സീനുമായിട്ട് കുറച്ചെല്ലാം മാച്ചായി പോകുന്നുണ്ടെങ്കിലും പ്രധാന സീനുകളിൽ, പ്രത്യേകിച്ചും ക്ലൈമാക്സിൽ നായകൻ വില്ലനെ വെടിവെച്ച് കൊല്ലുമ്പോഴുള്ള ആ ഒരു ബിജിഎം എല്ലാം കേട്ട ആ ഒരു സീനുമായി യാതൊരു തരത്തിലും മാച്ചാകാത്ത രീതിയിലാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. അവസാനമായിട്ടുള്ളത് ചിത്രത്തിന്റെ പേര് തന്നെ, ദി ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം. ചിത്രത്തിന്റെ കഥയുമായി മാച്ച് ആകാത്ത രീതിയിലുള്ള ഒരു പേരാണ് ഈ ചിത്രത്തിനായി സംവിധായകൻ കൊണ്ടുവന്നിരുന്നത്. ഏതെങ്കിലും ഒരു പേരിടണം, അതുകൊണ്ടൊരു പേരിട്ടു എന്നതുപോലെയോ, അല്ലെങ്കിൽ ഒരുപക്ഷെ ഇത് വിജയുടെ അവസാന ചിത്രമാകാം എന്നതുകൊണ്ട് അത്തരത്തിൽ വിജയെ ഒരു ഗോട്ടായി കാണിച്ചുകൊണ്ട് അവസാനിപ്പിച്ചേക്കാം എന്ന രീതിയിൽ കൊണ്ടുവന്ന പേരായിട്ടോ ആണ് എനിക്ക് തോന്നിയത്. അതല്ലാതെ വെങ്കിട്ട് പ്രഭുവിന്റെ മുൻ ചിത്രങ്ങളുമായി മാച്ച് ആകുന്നത് പോലെ ചിത്രത്തിന്റെ കഥയുമായിട്ടോ അതിലെ ക്യാരക്ടറുമായിട്ടോ മാച്ച് ആകുന്നത് പോലെയുള്ള പേരുകൾ വരുന്നതിന് പകരം കഥയുമായി ബന്ധപ്പെടുത്തുമ്പോൾ ഒരു പെർഫെക്റ്റ് പേരായി തോന്നാതെ ഞാൻ മുന്നേ പറഞ്ഞതുപോലെ വിജയെ ഒരു ഗോട്ടായി കാണിച്ചുകൊണ്ട് അവസാനിപ്പിച്ചേക്കാം എന്നുള്ള രീതിയിൽ സെലക്ട് ചെയ്തിട്ടുള്ള ഒരു പേരായി മാത്രമാണ് എനിക്ക് തോന്നിയത്. ഇതോടൊപ്പം തന്നെ ചിത്രത്തിന് പുറത്തു വന്നിരിക്കുന്ന പ്രേംജിയുടെയും വെങ്കിട്ട് പ്രഭുവിന്റെയും എല്ലാം അനാവശ്യമായിട്ടുള്ള തള്ളലുകളും, ചിത്രം 1500 കോടിക്ക് മുകളിൽ കയറും, ചിത്രം ഗംഭീര സിനിമയാണ്, ചിത്രം മുഴുവനായി തന്റെ ക്രിയേഷൻ തന്നെയാണ് എന്നുള്ള രീതിയിലുള്ള തള്ളുകളും മറ്റും കേൾക്കുമ്പോൾ അത്ര ഹൈപ്പ് കൊടുക്കാത്ത പ്രേക്ഷകർ പോലും ചിത്രത്തിന് കുറച്ച് ഹൈപ്പ് കൊടുത്തുകൊണ്ട് തന്നെയാണ് കണ്ടിരുന്നതെന്ന് പറയാം.
ആ അവസരത്തിൽ ഇത്രയും മോശമായിരുന്നു ചിത്രമെന്ന് മനസ്സിലാകുക കൂടി ചെയ്യുമ്പോൾ പ്രേക്ഷകർക്ക് മോശം അഭിപ്രായം വന്നതിൽ യാതൊരു കുറ്റവും പറയാനില്ല. സോ ദാറ്റ്സ് ഇറ്റ്. ഇത്രയും കാര്യങ്ങളെല്ലാമാണ് ഈ ചിത്രം കണ്ടതിനു ശേഷം എനിക്ക് ചിത്രത്തിൽ വന്നിട്ടുള്ള മെയിൻ പോരായ്മകളായി തോന്നിയിട്ടുള്ളത്. നിങ്ങൾക്ക് എന്താണ് തോന്നിയിട്ടുള്ളത്? ഈ ചിത്രത്തെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും ചിത്രത്തിൽ വന്നിട്ടുള്ള വലിയ പോരായ്മകൾ എന്തെല്ലാമാണ് എന്നതെല്ലാം വീഡിയോയുടെ കമന്റ് സെക്ഷനിൽ പെടുത്തുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി ശ്രമിക്കുക. നമുക്ക് അടുത്ത എപ്പിസോഡിലൂടെ കാണാം. അതുവരെ ബൈ.